അതെ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്ക്. ഈ ചട്ടിക്ക് ഇട്ടാലോ? ഇത് ചൂടാക്കി ഞാൻ വിചാരിച്ച ചട്ടിയിൽ തകയില്ലേന്ന്. തകയും എന്താ സൂന്യേ തക്കാളി വലിച്ചെറിഞ്ഞോ? ആര്? അതൊക്കെ കേടാണ്. അമ്മയുടെ അവിടെ ഉണ്ട് തേങ്ങ, അത് മതി പുട്ടുണ്ടാക്കാനേ. ഇതാ ഉപ്പ്, പൂരായിട്ട് ഇന്ന് പൂരത്തിന് വെറൈറ്റി ആയിക്കോട്ടെ. വെറൈറ്റിയാ. എന്താ സൂന്യ? ചിക്കൻ മസാല, പിന്നെ തക്കാളി, ഉള്ളി. ഇതെന്റെ അമ്മയുടെ എളുപ്പത്തിലുള്ള ഒരു ചിക്കൻ കറിയാണ് ചേട്ടാ. അതെന്താ അത് പറ്റിയില്ലേ? അങ്ങനത്തെ പാത്രം തന്നെ. ഇതിലമ്മ ഒരു തുള്ളി തൈര് കൂടി ചേർക്കൂട്ടോ. ഒരു തുള്ളി. നമ്മുടെ അടുത്ത് തൈരില്ല, ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല അല്ലേ? സുകന്യേ ഈ ഒരു ചിക്കൻ കറി വെച്ചാ എന്നാക്കിയ മുഹൂർത്തം നോക്കട്ടെ പോയിട്ട്. എന്താ കല്യാണം അല്ലേ സുകന്യ? ഉരുളിയന്നെ വേണ്ടി വരും തോന്നുന്നു അല്ലേ? അല്ലേ? കുറച്ച് നീട്ടി വെച്ചാ രണ്ടാഴ്ചക്ക് ഉണ്ടാവും. ഇത് നീട്ടി വെക്കണില്ല, അത് വരട്ടിയ പോലെ വെക്കണത്. അതെ, നീട്ടണ്ട. ഇതന്നെ എടുത്തിട്ട് വരണോ? എന്ത് ഇളക്കാൻ പറ്റണ്ടേ? ആ ഉരുളി എടുത്തിട്ട് ആ പുട്ടും പൊടി എടുത്തിട്ട് വാ. നനച്ചത് ആര്? അപ്പൊ നീ എന്താ പോവാഞ്ഞ്? ഏതച്ഛ കൊണ്ടുപോയി പോയത്? വല്യച്ഛേ? അവന്റെ അച്ഛനോ? ഓ അതിന്റെ ഇതിന്റെയാണ്. നിന്റെ അച്ഛൻ അതല്ലേ സതീഷ്? അപ്പൊ നിന്റെ ഏട്ടനത് അത് കുഞ്ഞച്ചാണ് അല്ലേ? അത് കുഞ്ഞച്ചാണ് അല്ലേ? ഒക്കെ ശരിയാ. കുറച്ച് നമ്മൾക്കൊക്കെ എങ്ങനെ വിളിക്കുന്നതൊക്കെ മനസ്സിലാവും. ഇപ്പൊ തിരക്കൂട്ടിട്ടൊന്നും കാര്യമില്ല. വെള്ളം കിനിയേനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലേ തുള്ളി ചാറ് വേണ്ട. കുറ്റിപ്പുട്ടിന് എന്താ ചെയ്യണ്? ഇന്ന് പെരട്ട്, ചിക്കൻ പെരട്ട് പോലത്തെ പെരട്ടാണ് കൂട്ടിയിട്ടാണ് കഴിച്ചോളി നിങ്ങള്. മുളകർത്തോളി ഉണ്ടാക്കേണ്ടി വരും. പിന്നെ പുട്ടിലൊഴിക്കാൻ എനിക്ക് ചോറ് വേണം കുറച്ച്. പുട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. അമ്പോ ചായ ഒന്നും വേണ്ട കേട്ടോ. എന്താ ബീഫ് റോസ്റ്റ് എന്താ പുട്ടും കഴിക്കുന്ന ആൾക്കാരില്ലേ നിങ്ങൾക്ക്? ഇല്ലേ ഈ ചോറ് കണ്ടോ കണ്ടോ? ഇതൊരു കുറച്ച് നേരം എന്താ എങ്ങനെ പറയാ, അങ്ങനെ വെക്കും. വെള്ളം വല്ലാണ്ട് ഇതാവില്ല. നമുക്കുള്ളത് എന്താണെന്നറിയോ? കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് തോര വേണ്ടേ. പക്ഷെ എൻ്റെ വീട്ടിലില്ലേ വെള്ളമില്ലോണ്ട് വരട്ടി തരും അമ്മ. അതെന്താ വെച്ചാൽ നമ്മളേ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് മറന്നുപോയി ഞാൻ. ഇപ്പതാ കുറച്ച് നേരമായിട്ട് അത് വെച്ചിട്ട് കണ്ടില്ലേ. നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ. ഇഞ്ചിയും പച്ചമുളക് ഇടാറുണ്ട്. ഗ്രേവിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി തരാ പോലെ. സ്കൂളിൽ ഇറച്ചി മീനും കൊണ്ടുവരുന്നു. നാളെ ബുക്കൊന്നും കൊണ്ടുപോകണ്ട. നാളെ ഇറച്ചി പാത്രം കൊണ്ട് പോയാൽ മതി സ്കൂളിലേക്ക്.
അപ്പോൾ നോക്കാം കിച്ചുട്ട നമ്മളില്ലേ ഇതുവരെ കൊണ്ടുപോയില്ലേ ഒരു കുട്ടിക്കില്ലേ വേറെ ഇതിന്റെ മണം കേൾക്കുമ്പോ വേറെ കുട്ടികൾക്ക് അത് വേണം തോന്നുമ്പോ അത് വേണ്ട മുത്ത അവരുണ്ടാക്കണതായിരിക്കും പക്ഷെ അത് എല്ലാവർക്കും കൊടുക്കുക അപ്പൊ ഇതാട്ടോ ഇറച്ചി നമ്മള് നമ്മുടെ വെള്ളം കുടിച്ചോട്ടോ അതാ ചുക്കുവെള്ളമായി ഈ ചെമ്പില് അവിടെ ഒരു ചെമ്പില് ചുക്കുവെള്ളം വെക്കും ഇവിടെ ഈ ഒരു ചെമ്പില് വെക്കും അത് ചൂടാണ് എന്നിട്ട് ഇന്ന് 10 മണി വരെ ഉണ്ടാവോ വേല? ഇന്നലെ നേരം വിളിച്ച അവിടെ വേല ഉണ്ടായിരുന്നു. ഇന്നലെ കിച്ചുവിനെ കൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയിക്കുമ്പോൾ കൊട്ട് കെട്ടുന്നോ? 5:20 ഇതാണ് പറയുന്നത്. സ്വപ്നം കണ്ടും കൊണ്ട് നിൽക്കണെന്ന് തേങ്ങ ചിരവാൻ കൊണ്ടുവന്ന ആളാ. അങ്ങനെയൊക്കെ അവിടെ കൊണ്ടേക്ക് നല്ല ഒരു രീതിയിൽ ഒന്ന് തേച്ചൊരച്ച് കുളിച്ചാ ആ ഷാൻഡിൽ സോപ്പ് തേച്ചിട്ട് എന്ത് പുട്ടുണ്ടാക്കുന്നു? കുറ്റിപ്പൊട്ട് നൂൽപുട്ടുണ്ടാക്കാം. പിന്നെ എന്നിക്കില്ലേ സത്യം പറഞ്ഞ ഒന്നിനും മൂടില്ലാത്തൊരു ദിവസമാണ്. അപ്പം എന്താ വെച്ചാൽ മക്കളിനി അപ്പുറം എങ്ങനെ പറയാ ചിക്കൻ വാങ്ങുക ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതേയുള്ളൂ. മോരുകൂട്ടാൻ്റെ കുറച്ചുണ്ടായിരുന്നു. കഷ്ണങ്ങളില്ലേ മോരുകൂട്ടാൻ്റെ ഇല്ലേ? അപ്പോൾ മോരുകൂട്ടാനുണ്ട് കേട്ടോ കുറച്ച്. ഇനി അത് ഞങ്ങൾ മോരുകൂട്ടൻ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചേമ്പ് ഇട്ടിട്ട് അങ്ങോട്ട് കുറുകിയിട്ട് ചേമ്പ് വിത്ത് അതുകൊണ്ട് നിന്നെ കെട്ടിയത് നല്ല ഇഷ്ടമായിട്ടുണ്ടാവും. ഇല്ല എന്നിട്ട് അവിടെ പോയിട്ട് ഒരു കോഴിമുട്ട പൊരിച്ചിട്ട് അത്ര രജിത ചോറ് കൊടുക്കാൻ എടുത്തത്. ആ വയറ് നിറച്ച് അച്ചക്കാൻ കഴിച്ചു അത്രേ. കുഞ്ഞനല്ലേ? ആ ഇന്നലെ അജിയേട്ടൻ പറയാ അവിടെ പോയപ്പോ വയറ് നിറച്ച് ചോറുണ്ട് പൊന്നുന്റെ തലേന്ന് എന്താ പെറുക്കണു? പൊന്നു അതാ തലേന്ന് എന്താ പെറുക്കണു? എന്തോ പെറുക്കുന്നുണ്ട്. ഇങ്ങനെ ചോറുണ്ടുമ്പോഴേക്കില്ലേട്ടാ എന്താ നാണക്കേട്. ഇനി എന്താണ് നമ്മുടെ ചേട്ടൻ ചക്കനാണ്. ഇനി പൊന്നൂസാണ് വലിയ കുട്ടി. ഇനി പൊന്നൂസ് ചേട്ടനായി അല്ലേ? ഇന്ന് നമ്മുടെ ഇവിടെ വേല ചെയ്തും കൊണ്ട് എവിടേക്കും പോയില്ല. വണ്ടി ബ്ലോക്കായിട്ട് ഇനി നാളെ കുട്ടീനെ കാണാൻ പോകണം. നാളെ കുട്ടികളെയും കൂട്ടിയിട്ട് പോകണം അല്ലേ ഏട്ടാ? നാളെ മണ്ണാർക്കാട്ടിൽ കൂടെ പോകണം. അമ്മൂനും അച്ചൂരൊക്കെ കാണാൻ പൊരിഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വരണ്ടേ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഇപ്പോൾ റൂമിക്കൊക്കെ മാറ്റിയല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല എൻ്റെ പൊന്നൂസ് കണ്ടോ ഈ ഫോണിൽ കളിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇത് എപ്പോഴാണ് ഉണ്ടാവുക? എന്താ ചിലപ്പോ രാത്രി ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ നാളെ ഉണ്ടാവും. ഇനി പൂരങ്ങൾ കഴിഞ്ഞില്ലേ? എല്ലാ പൂരം കഴിഞ്ഞില്ലേ? മാഞ്ചിരിക്കാവ് കുമ്മാട്ടി ഉണ്ട്. കുമ്മാട്ടി അപ്പഴേ ഇവിടെ നിക്ക് മുത്ത മടിയിൽ കയറിയതാണ്. വിഷുവേല പിന്നെ സുകന്യയുടെ വീട്ടിലായിരിക്കില്ലേ? അവിടെ വിഷുവേലുണ്ട്. വിഷുവിന് എന്താ വിഷുവിന് അല്ല നമുക്ക് ഇപ്രാവശ്യല്ലേ ഏട്ടാ വിഷുവേലയ്ക്ക് കുന്നപ്പുള്ളിക്കാവിക്കൊന്ന് പോയി തൊഴുകാൻ പോണം കേട്ടോ. വിഷുവിൻ്റെ ആ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹം കേട്ടോ. നമ്മുടെ തിരുമാതാംകുന്ന് എന്താ അങ്ങാടിപ്പുറല്ലേ, ആ അങ്ങാടിപ്പുറം അമ്പലത്തിലേക്ക് പോകണമെന്ന് കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം. പെരിന്തൽമണ്ണയിലുള്ളത്.
പക്ഷെ ഇന്നേ വരെ പോകാൻ പറ്റിയിട്ടില്ല. കല്യാണം ശരിയാവാത്തവർക്കൊക്കെ കല്യാണം ശരിയാവും എന്നൊക്കെ പറഞ്ഞ കുറേ ഐതിഹ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പായിട്ടുള്ള അമ്പലം. കല്യാണം ശരിയാക്കാൻ കല്യാണം ഇനി എന്തിനാ ആരുടെ കല്യാണം? എൻ്റെ ഏട്ടന്മാരുടെയും കല്യാണം കഴിഞ്ഞു. അല്ല വെറുതെ അങ്ങോട്ട് പൊക്കോ, റൂമിൽ പൊക്കോ. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന്. നീ പേടിക്കണ്ട. പുട്ടിൻ്റെ സുകന്യത്തിന് ഞാനേ ഒരു പാക്കറ്റ് പൊടി എടുത്തിട്ട് പുട്ടുണ്ടാക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ എനിക്കില്ലേ ഒരു 5 ചട്ടി മയക്കാണ്ട് കേട്ടോ. ഞാൻ ഈ 5 ചട്ടി മയക്കിയിട്ടില്ല. പരന്ന ചട്ടികളില്ലേ കൂട്ടാനൊക്കെ വെക്കാനുള്ളത്, അത് മാറുന്നെ വാരിടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഏട്ടാ. ശരിക്കും പറഞ്ഞാലേ ഇവർ പറയുന്ന പോലെ എപ്പോഴും ഇത് കുട്ടികൾക്കേ അടുത്ത വീട്ടിലേക്ക് മണം കേൾക്കുമ്പോഴല്ലേ, ചിക്കനൊക്കെ വെക്കുന്നതിൻ്റെ മണം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾക്കല്ലേ നമുക്കെല്ലാവർക്കും വായിൽ മണം വായിലെന്ന് പറയും, വായിൽ വെള്ളം വരില്ലേ, വായിൽ വെള്ളം വരില്ലേ. അപ്പോൾ എന്താണെന്നറിയോ, നമ്മളെപ്പോഴും ഉണ്ടാക്കണ പോലെ ഇരിക്കില്ലല്ലോ. ഓരോ വീട്ടിലും ഓരോ തരത്തിലല്ലേ ഉണ്ടാക്കുക. ഇതാണ്ടോ, അയ്യോ എൻ്റെ ചട്ടി, ഒരു ചട്ടി ഇതാട്ടോ. സാമ്പാർ വെക്കാൻ വാങ്ങിയ ചട്ടി ഉണ്ടോ, സാമ്പാർ വയ്ക്കാൻ വേണ്ടി കണ്ട മയക്കണേ. ഇത് മയക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇല്ലേ നമ്മൾ ഇനി നല്ല ചപ്പല വരില്ലേ, ചപ്പലകൾ കത്തിക്കുമ്പോൾ അതിൽ കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ഇത് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. കാപ്പിപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക. ഈ ചട്ടി ഉണ്ടോ, ഈ ചട്ടി കാണാൻ നല്ല രസമല്ലേ അല്ലേ. മീനൊക്കെ വറ്റിക്കാനും ഒരു നേരം കറി വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ കുറച്ചും കൂടി വലുതുണ്ട് കേട്ടോ. അപ്പം അതും ഒക്കെ പാട് ഞാൻ എതുക്ക് എൻ്റെ കുഞ്ഞുണ്ണിയുടെ ചെരുപ്പ് കൊണ്ടെന്ന് വെക്കുന്നത് എവിടെയെന്ന് അറിയോ, ഈ ഒരു മുക്കിലാണ് എൻ്റെ കുഞ്ഞുണ്ണിയുടെ ചെരുപ്പ് വെക്കുക. അവിടെ ഇത് ഊട്ടായി വെച്ചാന് ഇതിൽ നമുക്കില്ലേ ചട്ടിച്ചോറ് ഉണ്ടാക്കണം കേട്ടോ. ഒരു ദിവസം ഈ ചട്ടി കണ്ടപ്പോഴേ നമുക്ക് ചട്ടിച്ചോറ് തിന്നാൻ തോന്നുന്നു. എല്ലാം ഉണ്ടാക്കാം, ചട്ടിച്ചോറും ഒക്കെ. നമുക്ക് ഒരു ഡപ്പ കിട്ടിയതാട്ടോ കണ്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് എനിക്കിത് വേണമായിരുന്നേ, ഇങ്ങനത്തെ ഡപ്പ കേട്ടോ. എന്തിനെന്നറിയോ, നമ്മുടെ കോറയൊക്കെ ആക്കി വെക്കാനേ. പുട്ടുവേദന ആർക്കും പുട്ടുവേദന? ഹലോ, ആർക്കും പുട്ടുവേദന? പുണ്ടുണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ പുട്ട്. ഒന്ന് അയ്യോ അതിൻ്റെ ഉള്ളിൽ സാധനം പെട്ടു. മറ്റേ സാധനം മറന്നോ? ഏയ് അതൊക്കെ ഇട്ടു. പുട്ട് വേണോ ചപ്പാത്തി വേണോ ചോദിക്കരുത് അവസാനം. ഇല്ല, പുട്ട് തന്നെയാണ്. ഇതിന്റെ തലപ്പത്ത് പുതിയ പുട്ടും പാത്രത്തിനല്ലേ? പുതിയതാണിത്. അപ്പൊ വേഗാവും. കുഞ്ഞുണ്ണി ചുക്കു ഇതൊന്നും കണ്ട നല്ല രസം. ചുക്കുള്ള എവിടെ അമ്മക്ക് കാവല്? അമ്മക്ക് കാവലിരിക്കുന്ന പിന്നെ കളിയല്ലേ. കാവൽക്കാരനാണ്. എന്നിട്ട് ഇതാണ് കോലം, ഇങ്ങനെ കാവലിരിക്കുക. അവന് ഞാൻ കാവലിരിക്കണം, അല്ലാതെ അവൻ എനിക്ക് കാവലിരിക്കുക. പൊളിറ്റിക്സിന്റെ കൊറേ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? നിറയുണ്ട് കണ്ടോ. അതെ, എന്തിനാടാ കൊന്ന്? അത് വല്ല അത്യാവശ്യത്തിന് എവിടേക്കെങ്കിലും പോവായിരിക്കേ. അതൊക്കെ ജീവിക്കണ്ടേ. അത് എവിടേക്കെങ്കിലും പോവായിരിക്കും വെറുതെ. ഹാൻഡ് റൈറ്റിംഗ് നോക്ക്, നല്ല രസമുണ്ടല്ലേ. നോക്ക് അമ്മൂന്റെ കണ്ടോ. സിമെന്റ് ആണ് നല്ല വൃത്തിയിലെ ചെയ്യുക. അതൊക്കെ പൊളിറ്റിക്സ്. ഇച്ചുവിന്റെയാണ് തീരെ വായിക്കാൻ കിട്ടാത്തത്. അച്ചുവിന്റെ അച്ഛന്റെ നല്ല വൃത്തിയുണ്ടോ? അച്ചുവിന്റെ ഉണ്ട്. കിച്ചുവിന്റെ
അവൻ കുഞ്ഞിനെ ഇവിടെ പഠിക്കുമ്പോഴൊന്നും വലിയ സുഖമുണ്ടാവില്ല, അവർക്ക് ഉഷാറായി. പൊന്നാരി അമ്മ നിന്റെ കൈയ്യട്ടെ. പക്ഷെ ഇതാരെ കത്തിച്ചിക്കണോണ്ടോ പക്ഷേ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതാന്ന് മാത്രം. കയ്യക്ഷരം കാണാൻ നല്ല ഭംഗി വേണ്ടേ എന്നാൽ തന്നെ, അല്ലാതെ ഇപ്പം എങ്ങനെ പഠിച്ചിരുന്ന കാര്യം വാലപ്പല്ലി ഇല്ലാത്ത രീതിക്ക് എഴുതുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതാ എത്തി അങ്ങട്. 1 മിനിറ്റ് അവിടെ 1 മിനിറ്റ് ഇവിടെ, 1 മിനിറ്റ് അവിടെ 1 മിനിറ്റ് ഇവിടെ. പാച്ചിലല്ലേ പാച്ചില് കുഞ്ഞിനെ കാണല്ലോ, കുഞ്ഞിനവിടെ പോയി. അവൻ അവിടെ ഉണ്ടാവും, അവിടെ മൊബൈൽ ഇതിൽ നോക്കുണ്ടാവും. ചേച്ചി അനിയനും കൂടി ഭയങ്കര പഠിത്തമായിരിക്കും. ചേച്ചി പഠിപ്പിക്കാൻ ഓടിയതാണ്. അവൾക്കേ പഠിക്കാണ്ടായില്ല, ഇപ്പൊ ഇവനെ പഠിപ്പിക്കാൻ നിൽക്കുക. ഇപ്പൊ പിന്നെ കുറച്ച് വൈകുന്നേരം ഇടവേളയിലൊക്കെ കുറച്ച് സമയത്തൊന്നും കുഴപ്പമില്ല, അല്ലാത്ത സമയത്ത് ഏത് സമയത്ത് പഠിപ്പിക്കണമെന്നില്ലല്ലോ. അയാളി നല്ല പോണ്ടല്ലോ, വേഗമുണ്ട്, വേഗമാവുന്നുണ്ട്. എന്റെ കൈക്ക് കുറച്ച് ഇറച്ചി കൂടെ നിറച്ചാൽ മതിയായിരുന്നു അതിൻ്റെ കൂടെ തന്നെ അല്ലേ? ഇറച്ചി കഴിച്ചെങ്കിലേ പുട്ടിൻ്റെ കൂടെ കുറച്ച് ഇറച്ചി നിറച്ചാൽ മതിയായിരുന്നു അറിയാം. ആയിട്ടില്ലല്ലോ, ഇന്ന് കറിയില്ലാണ്ട് ഇറച്ചി പുട്ട് തിന്നായിരുന്നു. തിന്നണവർക്ക് നിങ്ങളിതല്ലേ ഇന്ന് പുട്ടല്ലേ? പുട്ടന്നെ കഴിക്കും. ഇനിയിപ്പോൾ ചപ്പാത്തി ഒന്നും വേണ്ട, ആദ്യം അതൊരു പണിയല്ലേ. പണിയല്ല സ്വന്തം. നിനക്ക് ചപ്പാത്തി തിന്നാ ഒരു കുഴപ്പമില്ല. എനിക്ക് ചപ്പാത്തി ഒന്നും ഒരു കുഴപ്പമില്ല, ആൾക്ക് വയറുവേദനയുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് വയറവേനെ വയറൊക്കെ പിടിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചപ്പാത്തിയൊക്കെ ചൂടാണേ, ചപ്പാത്തി എല്ലാവർക്കും പറ്റുമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ചൂടല്ലേ, അതുകൊണ്ട് ഗോതമ്പ് ഞാൻ 2 കഴിക്കൂ, 2 കഴിക്കുന്ന കുഴപ്പമില്ല. ഇന്നലെ അവള് ഉണ്ടാക്കിയിരുന്നു, അച്ചു ഞാനത് കഴിച്ചപ്പോ മുട്ട ഉണ്ടാക്കിയിരുന്നു, മുട്ടക്കറി ഉണ്ടാക്കിയിരുന്നു. മുട്ട പുഴുങ്ങിട്ട് മുട്ടക്കറി ചപ്പാത്തി ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ചപ്പാത്തിക്കൊക്കെ ഏത് അതിന്റെ രൂപം ഒന്നും പറയാൻ പറ്റില്ല. അവളെ കൊണ്ടുപോയി ഉണ്ടാക്കി. ഞാൻ അപ്പളേ പറഞ്ഞോളൂ ഒരു പാത്രം കരി വെക്കണമെന്ന്. ഒക്കെ ഉണ്ടാക്കിട്ടിട്ട് പോയി, വെക്കലുണ്ടാക്കലും വിളമ്പലൊക്കെ പാത്രം മാത്രം കഴുകാൻ അറിയില്ല, അതവിടെ വെച്ചിട്ട് പോകും. പിന്നെ അതിനൊരാൾ പിന്നാലെ നടക്കണം. ഗോതമ്പ് കുഴച്ചതിൻ്റെ ആ പാത്രമൊക്കെ ഉണങ്ങിയിട്ട് പിടിച്ചിട്ട് അവസാനം ഞാൻ തന്നെ ഇരുന്ന് വരണ്ടി കഴുകേണ്ടി വന്നു. ഞാൻ അപ്പളേ പറഞ്ഞോടി അത് ഉണ്ടാക്കുമ്പോ കഴിയില്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടാക്കുക പറഞ്ഞു. വേണ്ട വേഗം അവിടെ പോയിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടാക്കാൻ എളുപ്പമല്ല വെച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അതാ പോയി 3 കൂടി അങ്ങോട്ട്. അമ്മോ ഇതില് കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ജീരകവും കൂടെ പൊടിക്കാൻ വെക്കോ? കുറച്ച് പെരിഞ്ജീരകമൊക്കെ നല്ല പൊടിച്ച നല്ല മണം വരും. എന്തോത്തെ ഏട്ടാ എന്നാ തിളക്ക് പെരിഞ്ജീരകം എന്താന്ന് ബാ അമ്മ കാണിച്ചു തരാം. പെരിഞ്ജീരകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ഇങ്ങോട്ട് വായേ, അമ്മ കാണിച്ചു തരുമല്ലോ. ഇനി ഇതൊക്കെ പഠിക്കണ്ടേ നമുക്ക്, 2 മാസം നമുക്ക് പരീക്ഷിക്കണ്ടേ. എന്താ ഇതിനെയാണ് പെരിഞ്ജീരകം. വലിയ ജീരകത്തിന് വലിയ ജീരകം, ചെറിയ ജീരകത്തിന് ചെറിയ ജീരകം. പെരിഞ്ജീരകം, 2 മണി കുരുമുളക്. എന്നിട്ട് ഇങ്ങനെ മിക്സിയിലിടുമ്പോൾ മിക്സിയിൽ സൗണ്ട് വെക്കും. ഏലക്ക ഞാൻ വെറുതെ എൻ്റെ വായിലിടാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. കുരുമുളക് എന്തോ ഞങ്ങള് നാള് പുട്ടുമ്പോ വേണ്ട കേട്ടാ പൊന്നൂസ് ചോദിക്കാൻ ആയമ്മ ആയോ അതിന് തിന്നാനത്ര. അവൻ വന്നിട്ട് എല്ലായിടത്തും ഉമ്മ, 2 കവളിലും ഉമ്മ വേണം, തലയിലും ഉമ്മ വേണം, നെറ്റിയിലും ഉമ്മ വേണം, പിന്നെ എൻ്റെ കുട്ടിക്ക് തരാണ്ട് ആർക്ക് കൊടുക്കണം. ഒരു ചൂടാണേ, എന്തോ ഒരു ചൂടാണേ. അച്ചുവിന് ചീത്ത കേട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചു അതാണ് ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നത്. അച്ചുട്ടിക്ക് ഏട്ടന് മുട്ട ഉണ്ടാക്കി കൊടുത്തിട്ട് ആ മുട്ടയുടെ തോട് കളയണ്ടേ, തോട് കളയാണ്ട് വെച്ചിട്ട്. അപ്പോൾ ചീത്ത പറയണോ പറയണ്ടേ? പറയണമോ? അതിന് അമ്മൂനും എല്ലാവർക്കും കേൾക്കും കേട്ടോ. ഒരാൾ തെറ്റ് ചെയ്താലും എല്ലാവർക്കും കേൾക്കും.
അതാണ് അല്ലാണ്ട് മാത്രം പറഞ്ഞാൽ പറ്റാ, അത് എല്ലാരും ബാധിക്കുന്ന കാര്യമാണ്. ചീത്ത പറയുമ്പോ എല്ലാരും പറഞ്ഞു, ഒരാൾ കണ്ടത് കാണാത്ത രീതിക്ക് പോകാൻ പാടില്ല. ആയി സുകന്യേ, ഇത് കുഞ്ഞുണ്ണി നിന്റെ പുട്ടായോ? മിഠായി അങ്ങോട്ട് വരാം ഇതാട്ടോ ഇറച്ചി ഇവർക്കുള്ളത് മാറ്റി വെച്ചേ. അപ്പൊ ആദ്യത്തെ ചാറൊക്കെ കണ്ടോ, നല്ല വറ്റിച്ചോട്ടോ. ഞാൻ വരട്ടിയത് 4 ദിവസമായില്ലേ വരട്ടിയിട്ടതാ. ഇനി നമ്മളിതിൽ കുരുമുളക് കുട്ടികൾക്ക് മാറ്റി വെച്ചിട്ടാണ്. കുരുമുളകും പെരിഞ്ചീരകവും പൊടിച്ചതും. അമ്മോ അവിടുന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നു. വെളിച്ചെണ്ണ അതല്ല, ഇവിടെ ഉണ്ട് വെളിച്ചെണ്ണ. എടുക്ക്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും അമ്മ വിളിച്ചും കൊണ്ടേയിരിക്കുന്നു. ഇതാ കറിവേപ്പിലാട്ടോ. അതിൽ തുള്ളി എണ്ണ അതിലൊഴിക്കില്ല. ഇതില്ലേ അമ്മമ്മതാ. ഇനി ഇതിലേക്ക് നമ്മളില്ലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ പുതിയത് വാങ്ങുമ്പോ വെക്കാ വിചാരിച്ചു പൊന്നാ. എന്താണ് ഇപ്പൊ ഈ പേര് എന്താ അതിന്റെ താഴെ ഇപ്പല്ലേ പെരുംജീരകത്തിനെ കൂടി ഇട്ടപ്പോ ഒരു പ്രത്യേക മണം വന്നുട്ടോ അതില്. വന്നില്ലേ? ഓ വന്നു. അത് തുറക്കണൊരു സിമ്പിൾ. കയ്യിന് ബലം വേണേ, വയറ് നിറച്ച് ചോറിനണേ. അമ്മൂന് പരീക്ഷ തുടങ്ങിട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മു ഫസ്റ്റത്തെ പരീക്ഷ? എത്ര മാർക്ക് കിട്ടും? പാസ്സാവുന്നു. അമ്മു പറഞ്ഞേക്കുന്നത് അതാണ് കേട്ടോ. എപ്പോഴും അമ്മു പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയോ, ഞാൻ പാസ്സാവും. എന്താ അത് മാത്രമേ അമ്മൂട്ടി പറയുള്ളൂ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വെളിച്ചെണ്ണ കമ്മിയാണ്. ഏട്ടാ A+ൽ കാര്യമില്ല. അമ്മൂട്ടി A+ലൊക്കെ കാര്യമുണ്ട്. A+ലേ കാര്യമുള്ളൂ. അവള് പാസ്സാവട്ടോന്ന്. അമ്മൂന് അച്ഛല്ലേ, അച്ഛ തെറ്റ് ചെയ്താലും അമ്മൂന് കേൾക്കാം, അമ്മ തെറ്റ് ചെയ്താലോ. അതങ്ങനെ തന്നെയാണേ. ഇപ്പൊ സതി അജിഞ്ചി തെറ്റ് ചെയ്യുമ്പോഴൊക്കെ അടിയും തല്ലും കിട്ടിയാൽ നിൽക്കുകയാണ്. ഞാനാണ് അവര് പറഞ്ഞു കൊടുക്കൊണ്ടുപോകാൻ. അത് ശരി തന്നെയാണ്. എന്നെ കണ്ടിട്ടാണ് എൻ്റെ താഴെയുള്ളവർ പഠിക്കാന്ന് പറയുക. ചൂടുവെള്ളം അമ്മയ്ക്കത് അമ്മേനെ തല്ലിയിട്ട് കണ്ടാ. ചെറുതാവുമ്പോ ചോറ് വന്ന് പോയിട്ട് എന്നിട്ട് ഈ കഷ്ടത അവിടെ തുന്നിയതാണ്. മൂത്ത മക്കൾ അങ്ങനെ തന്നെ, അവർക്കാണ് മൂത്ത മക്കൾക്കല്ല, ഇളയ മക്കൾക്ക് എല്ലാവർക്കും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തല്ലും. എല്ലാവർക്കും ശിക്ഷിക്കും. പക്ഷെ കൂടുതൽ കിട്ടുന്നത് മൂത്തവർക്ക് തന്നെ. അവരെ കണ്ടിട്ടാണ് താഴെയുള്ളവർ വളരെ താഴെയുള്ളവർ ആ രീതിക്കാണ് നടക്കുക. പിന്നെന്താ, അപ്പോ ഒരു വീടിന്റെ എന്താ ഇവിടുത്തെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്തെന്നറിയോ, മൂത്ത ആള് നന്നായാലാണ് ബാക്കിയുള്ളവർ നന്നാവുള്ളൂ എന്നുള്ളത്. എവിടേക്കാ ഇറച്ചി വേണോ? അപ്പതാ ഇറച്ചി വേണോ? പുട്ടും എന്താ തരാ. ഇതാ പൊന്നൂസിനേ, എന്താ സന്തോഷം നോക്കി. ഇന്ന് കോഴി അമ്മാന്ന്. ഇതാ ഉണ്ണിതാ കയ്യിന്ന് കൊടുക്കുന്ന കുട്ടിക്ക്. മതി മതി പുട്ടും കൊടുക്കും കുട്ടിക്ക്. എടുക്ക്. എടുത്തെടുത്തെടുത്ത എന്നാ പൊന്നെ എന്നാ കൊലാക്കി കൊണ്ടേക്കോ. കൊലാക്കി പുട്ട് വേണം. ചോറാണോ വേണ്ട? ഓ എന്റെ കുട്ടി എന്നാ ഞാൻ ചോറൊക്കെ ചോറെടുത്തെടുക്ക്. അവൻ ഏതാ കഴിഞ്ഞില്ലടി, ഇത് ആവി കയറി. പൊന്നേ പൊന്നേ വയറ് നിറച്ച് കഴിക്കട്ടോ. അതെ, അത് ആവി കയറിക്കണേ. പുട്ടിന്ന ആവി കയറി ഞാൻ കണ്ടേ. ഇതാ ഇത് കൂടെ ആവി കയറി. ഇതാ വയറ് നിറച്ച് കഴിക്കട്ടാ. ആ മെടുക്കാം മെടുക്കാം മെടുക്കാം. ചിക്കൻ എങ്ങനെയുണ്ട് അമ്മൂന് വേണ്ടേ? പിന്നെന്താ മാറിക്കണത്? വേഗം കഴിച്ചൂടെ? പുട്ടിനാവി വന്നില്ല.
അല്ലേ? ഞാൻ നമ്മുട്ടി എൻ്റെ ഈ ഗ്രേവി ഇതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്ക്. ഞാൻ പറയായിരുന്നു സുഖൻ്റെ അടുത്തേ, പുട്ടിൽ അത് കുറച്ചിട്ടാൽ മതിയായിരുന്നു. എന്നാൽ കറിയാവും ചെയ്തു, ഗ്രേവി ആവും ചെയ്തു, ചിക്കൻ പുട്ടാവും ചെയ്തു. അയ്യോ, ചിക്കൻ പുട്ടിന്റെ കാര്യം നിങ്ങൾ പറയരുതില്ലോട്. എന്താണെന്നറിയോ, കെതിയും വെതും കെട്ടതാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട്. ആവി കയറണ്ടേ? അല്ല, അങ്ങനെ തന്നെ സംഭവമൊക്കെ അതന്നെയായിരുന്നു. ഞാൻ ഉണ്ടാക്കി ഇവിടെ, എനിക്ക് അങ്ങോട്ട് സങ്കടം വന്നത്. പുട്ടില് ആവി കയറില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രി സ്പെഷ്യൽ ഇതാട്ടോ, ചൂടോടെ ഇങ്ങനെ പെനച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിക്കട്ടെ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ. എന്താ